പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമുക്ക് 6ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി അതിൻ്റെ 1ാം പാദവാർഷിക പരീക്ഷ വരികയാണ് അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് പാഠഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ സാർ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ ഹർഷ മിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒക്കെ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. അതിൽ 3-4 ചോദ്യങ്ങളിൽ എ അല്ലെങ്കിൽ ബി ഇതിൽ ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം എഴുതുക, അതാണ് വ്യത്യാസമുള്ളത്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം ഒന്ന് വായിക്കാൻ എഴുതാം. വായിക്കാന്നല്ല, വായിക്കാൻ എന്നാണ്. ശരത്കാലമായപ്പോഴേക്ക് എൻ്റെ വീട്ടിലേക്ക് മനസ്സ് നിറയെ ആഹ്ലാദം നിറഞ്ഞ ഓർമ്മകളുമായി ഞാൻ തിരിച്ചു വന്നു. വടക്കൻ ദേശത്തെ എൻ്റെ സന്ദർശനം എന്നിൽ നിരവധി സമ്പന്നവും വ്യത്യസ്തതയാർന്നതുമായ അനുഭവങ്ങൾ നിറച്ചിരുന്നു. എല്ലാറ്റിൻ്റെയും ആരംഭം അതാണെന്ന് എനിക്ക് തോന്നി. എന്റെ കാൽക്കീഴിൽ ഉണ്ടായിരുന്നത് ഒരു പുതിയ മനോഹരമായ ലോകത്തിലെ അക്ഷയഖനികളായിരുന്നു. ഓരോ നിമിഷവും എന്നിൽ ആഹ്ലാദവും അറിവും നിറച്ചിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളിലും സ്വയം മുഴുകി. ഒരു നിമിഷം പോലും ഞാൻ വെറുതെ ഇരുന്നില്ല. ഒരു കൊച്ചു ദിനത്തിലെ ജീവിതം കൊണ്ട് ഒരു ജന്മത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ചെയ്തു തീർക്കുന്ന പ്രാണികളെ പോലെയായിരുന്നു എന്റെ ജീവിതം. എന്റെ കൈകളിൽ സ്പെല്ലിംഗ് എഴുതിക്കൊണ്ട് എന്നോട് സംസാരിച്ച നിരവധി ആളുകളെ ഞാൻ കണ്ടുമുട്ടി. അതിനുമപ്പുറം ഒരു അത്ഭുതം തന്നെ സംഭവിച്ചു. എന്റെ മനസ്സിനും മറ്റുള്ളവരുടെ മനസ്സുകൾക്കുമിടയിൽ തരിശായ പ്രദേശം റോസാച്ചെടി പോലെ പുഷ്പിച്ചു. എന്റെ ജീവിതകഥ ഹെലൻ കെല്ലറിന്റെ എന്റെ ജീവിതകഥ എന്ന പാഠഭാഗത്തിൽ കുറച്ച് ഭാഗമാണ് അല്ലെ. ഈ ചോദ്യങ്ങൾ എന്താണ്? ഹെലൻ കെല്ലർ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് എങ്ങനെയായിരുന്നു? പ്രയാസം നിറഞ്ഞ ചിന്തകളുമായി, ദുഃഖം നിറഞ്ഞ ഓർമ്മകളുമായി, ആഹ്ലാദം നിറഞ്ഞ ഓർമ്മകളുമായി, സഹാനുഭൂതി നിറഞ്ഞ ഓർമ്മകളുമായി. അവരാദ്യം പറഞ്ഞല്ലോ അല്ലെ, എങ്ങനെയാ വന്നത്? ആഹ്ലാദം നിറഞ്ഞ ഓർമ്മകളുമായി. അപ്പൊ അതാണ് ഉത്തരം വരിക, ആഹ്ലാദം നിറഞ്ഞ ഓർമ്മകളുമായി. ഓക്കെ. ഇനി രണ്ടാമത്തെ, ഹെലൻ കെല്ലറുടെ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിച്ച സംഭവം എന്താണ്? അവരുടെയും മറ്റുള്ളവരുടെയും മനസ്സുകൾക്കൂടി ഉണ്ടായിരുന്ന തരിശായ പ്രദേശം റോസാച്ചെടി പോലെ പുഷ്പിച്ചു. അവരോട് സംസാരിച്ച നിരവധി ആളുകളെ കണ്ടുമുട്ടി. അവർ എല്ലാ കാര്യങ്ങളിലും സ്വയം മുഴുകി. ഓരോ നിമിഷവും അവരിൽ ആഹ്ലാദം നിറച്ചത് ഏതാണ്? ഇതാണ് അല്ലെ. മറ്റുള്ളവരുടെയും മനസ്സുകൾക്കിടയിൽ ഉണ്ടായിരുന്ന തരിശായ പ്രദേശം റോസാച്ചെടി പോലെ പുഷ്പിച്ചു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലെ അത്ഭുതം സൃഷ്ടിച്ച സംഭവം. ഇനി മൂന്നാമത്തെ, താഴെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഒരു കാര്യവും ഞാൻ സ്വന്തമായി ചെയ്തില്ല. ഓരോ നിമിഷവും എന്നിൽ ആഹ്ലാദവും അറിവും നിറച്ചു. ഇതിലെ ഒന്ന് ശരി, രണ്ട് ശരി, രണ്ടും ശരി, രണ്ടും തെറ്റ്. ഇതിലേതാ ശരി? അപ്പൊ ഈ മുകളിലെ മനസ്സിലായാലാണ് നമുക്ക് അതിന് ഉത്തരം കിട്ടുള്ളൂ. രണ്ട് ശരി എന്നുള്ളത്, അതായത് ഓരോ നിമിഷവും എന്നിൽ ആഹ്ലാദവും അറിവും നിറച്ചു എന്ന രണ്ട് ശരി എന്നാണ് കേട്ടോ. രണ്ടാമത്തെ മാത്രമാണ് ശരി, അതായത് ബി ആണ് ഉത്തരം. ബാക്കി ഒന്ന് തെറ്റല്ല, ഒന്ന് തെറ്റാണ്. ഇനി 4, ഒരു കൊച്ചുദിനത്തിലെ ജീവിതം കൊണ്ട് ഒരു ജന്മത്തിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്തു തീർക്കുന്ന പ്രാണികളെ പോലെയായി എന്റെ ജീവിതം. ഒരു നിമിഷവും ഞാൻ വെറുതെ ഇരുന്നില്ല. മുകളിൽ കൊടുത്ത പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ഏതാണ്? ഒന്ന് ശരിയല്ല, ബി 2 ശരിയല്ല, സി ഒന്നിന്റെ കാരണമാണ്, സി ഒന്നിന്റെ കാരണം 2 ആണ്, ബി 2ന്റെ കാരണം ഒന്നിന്റെ കാരണം 2 അല്ല. ഏതാണ് ഇതിൽ ഉത്തരം? അതായത് ഒന്നിന്റെ കാരണം 2 അല്ല എന്നുള്ളതാണ് ഉത്തരം എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. ഒന്നിന്റെ കാരണം 2 ആണ്. ഒന്നിന്റെ കാരണം, നാലാമത്തെ, ഒന്നിന്റെ കാരണം 2 ആണ്. ഇതാണ്, സി ആണ് ഉത്തരം കേട്ടോ. സി ആണ് ഉത്തരം. ഓക്കെ. ഇനി പ്രവർത്തനം 2, പോസ്റ്റർ. ഓണാഘോഷത്തോടനുബന്ധിച്ച് നിങ്ങളുടെ ക്ലാസ് മനസ്സ് തുറക്കാൻ എന്ന യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ പഠനോത്സവത്തിന്റെ പോസ്റ്റർ തയ്യാറാക്കണം. എങ്ങനെ തയ്യാറാക്കാം? നമുക്ക് നിങ്ങളുടെ സ്കൂളിന്റെ പേര് ഇടാം. 6ാം ക്ലാസ് എ പഠനോത്സവം മനസ്സ് തുറക്കാം എന്ന യൂണിറ്റിലെ പ്രവർത്തനങ്ങളുടെ അവതരണം ആഗസ്റ്റ് 16, 6ാം ക്ലാസ് എ. മുഴുവൻ രക്ഷിതാക്കൾക്കും സ്വാഗതം എന്ന രീതിയിൽ ഒരു പെട്ടിയൊക്കെ വരച്ചിട്ട് നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാം അല്ലെ. ഇനി ബി, എ കോളത്തിൽ നൽകിയ പഴഞ്ചൊല്ലിന്റെ ആശയം ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഇവിടെ എ കോളത്തില് ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. ഇതിലേതാണ്? പണ്ടത്തെ കരുത്ത് ഇപ്പോഴത്തില്ല. ഒരിക്കലും ചെയ്യാത്ത കാര്യം ഗതികേട് കൊണ്ട് ചെയ്തു പോവുക. പരിചിതമായതിനോട് താല്പര്യമില്ലാത്ത അവസ്ഥ. ഒരു കാരണവും കൂടാതെ പരാതിപ്പെടുന്നവർക്ക് ഒരു കാരണം കിട്ടിയാൽ. ഗതി കെട്ടാൽ പുലി തിന്നുന്നത് ഒരിക്കലും ചെയ്യരുതാത്ത കാര്യം ഗതികേട് കൊണ്ട് ചെയ്തു പോവുക. 2 ആണ് ഉത്തരം. 2 തന്നെ, ബി. ഇനി സി, പെട്ടെന്ന്
പൊന്തയിലെ ഇളക്കങ്ങൾ ഇലകളെ തള്ളിത്തുറന്ന് ചിറകടികളായി മാറി. മുകളിൽ നൽകിയ വാക്യത്തിന്റെ ആശയവുമായി ബന്ധപ്പെട്ട പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏതാണ്? മുറ്റത്ത് ചെമ്പരത്തി പടർപ്പിനുള്ളിൽ പക്ഷികൾ മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. കയ്യിലൊരു ചെടിക്കൊമ്പും പിടിച്ച് ശന്തനും വെമ്പരിപ്പൊന്തയിലേക്ക് നോക്കി അനങ്ങാതെ നിന്നു. ശന്തനു കണ്ട പക്ഷികളുടെ ചുണ്ടും കണ്ണുകളും തൂവലുകളും അതിമനോഹരമായിരുന്നു. ശന്തനു എല്ലാ പക്ഷികളെയും ശ്രദ്ധയോടെ പിന്തുടർന്നിരുന്നു. ഏതാണ് ഏതാണ് വരിക? പെട്ടെന്ന് പൊന്തയിലെ ഇളക്കങ്ങൾ ഇലകളെ തള്ളുന്ന ചിറകടികളായി മാറി എന്നുള്ളത് ഏതാണ്? മുറ്റത്തെ ചെമ്പരത്തിപ്പടർപ്പിനുള്ളിൽ പക്ഷികൾ മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതായത് അതുകൊണ്ടാണ് അവിടെ എന്തുണ്ടായത്? ഇളക്കങ്ങൾ ഇലകളെ തള്ളിത്തുറന്ന് ചിറകടികളായി മാറി. ചിറകടിക്കുന്ന ആരാ? പക്ഷികളല്ലേ? അതെ. മൂന്നാമത്തെ പ്രവർത്തനം കത്ത്. മാതൃഭാഷയുടെ സവിശേഷത വ്യക്തമാക്കുന്ന തെന്നാലി രാമൻ കഥയെ പരിചയപ്പെടുത്തി കൂട്ടുകാരന് ഒരു കത്ത് തയ്യാറാക്കുക. അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഭാഷ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ ഒരു ഭാഗം വായിക്കൂ. അബ്ദുൽ ഖാദർ ഒരു സ്കൂൾ മാസ്റ്ററായിരുന്നു, വലിയ വ്യാകരണക്കാരനും. പണ്ടൊരിക്കല് അവൻ ഉമ്മയോട് പറഞ്ഞു, മാതാവെ കുറച്ച് ശുചിജലം തന്നാലും. അന്ന് ഉമ്മ ചോറ് വിളമ്പുന്ന വലിയ തവി കൊണ്ട് തല്ലി. ബാപ്പ അവനെ ആശ്വസിപ്പിച്ചു. നീ അങ്ങനെ പറഞ്ഞാൽ മതിയോ, നീ എന്നെ എന്തെന്ന് വിളിക്കും? പിതാവെന്ന്. അത് കേട്ടപ്പോൾ തവി കൊണ്ട് ഉമ്മ ഒന്നുകൂടി കൊടുത്തു. പിന്നെ അവൻ ഉമ്മയെന്നും ബാപ്പ എന്നുമാണ് വിളിച്ചിരുന്നത്. ഈ ഭാഗം വായിച്ചപ്പോൾ നിങ്ങളുണ്ടായ ചിന്തകൾ കുറിപ്പായി എഴുതുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഒന്നുകിൽ കത്ത് എഴുതുക, അല്ലെങ്കിൽ കുറിപ്പ് എഴുതുക. ഏതാണ്? കത്ത് നമുക്ക് എങ്ങനെ എഴുതാം അല്ലെ? കത്ത് നിങ്ങളുടെ കൂട്ടുകാരന്റെ പേര് എഴുതിയിട്ട് അവധിക്കാലത്തിന് ശേഷം പ്രിയ കൂട്ടുകാരൻ എഴുതുക. അവധിക്കാലത്തിന് ശേഷം എനിക്കൊരു കത്ത് എഴുതണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ എഴുതാമെന്ന് കരുതി. ഞങ്ങൾക്ക് പുതിയ മലയാള പുസ്തകം കിട്ടി. 6ാം ക്ലാസ്സിലെ പുതിയ പുസ്തകം നിനക്കും കിട്ടിയെന്ന് കരുതുന്നു. പുതിയ പുസ്തകത്തിൽ രസിപ്പിക്കുന്ന ഒരു കഥയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഇതിലെ ആദ്യ കഥ തെന്നാലിരാമൻ കഥയാണ്. കൃഷ്ണദേവരായർ എന്ന രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയ ഒരാൾ തനിക്ക് നിരവധി ഭാഷകൾ അറിയാമെന്നും അതിലേതാണ് എന്റെ മാതൃഭാഷ കണ്ടെത്താനാവുമോ സഭയിലെ വിദ്വാന്മാർക്ക് എന്നും ചോദിച്ചു. രാജാവ് വിദ്വാന്മാരെയെല്ലാം വിളിച്ചു വരുത്തി. അവരോടെല്ലാം ഒഴുക്കുള്ള രീതിയിൽ പല ഭാഷകളിൽ അയാൾ സംസാരിച്ചു. ആർക്കും കണ്ടെത്താനായില്ല അയാളുടെ മാതൃഭാഷ. തെന്നാലി രാമനെ രാജാവ് വിളിച്ചു വരുത്തി വിവരം അറിയിച്ചു. തെന്നാലി രാമൻ വിദ്വാന്റെ അടുത്തെത്തി. അയാൾ അറിയാതെ തന്റെ കാലുകൊണ്ട് അയാളുടെ കാൽവിരലിൽ അമർത്തി ചവിട്ടി. ഉടനെ അയാൾ സ്വന്തം മാതൃഭാഷയിൽ നിലവിളിക്കാൻ തുടങ്ങി. ഇതോടെ രാജാവിന് സംഗതി പിടികിട്ടി. തലയിൽ തേങ്ങ വന്ന് വീണാൽ നിലവിളിക്കുക മാതൃഭാഷയിലാവുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ വികാരങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കാൻ മാതൃഭാഷ തന്നെ വേണം. പുതിയ പുസ്തകം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിനക്കോ? എല്ലാ വിവരത്തിനും കത്തയക്കുക. വീട്ടിലെല്ലാവരോടും എന്റെ സ്നേഹം അറിയിക്കുക. സന്തോഷത്തോടെ നിങ്ങളുടെ പേരും എഴുതുക. അല്ല, എന്താണ് കത്ത് എഴുതാനുള്ളത്. ഇനി എന്താണ് നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറുടെ കഥയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കുറിപ്പ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഹൃദയത്തിന്റെ ഭാഷ എന്ന ഭാഗം വായിച്ചപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചുപോയി. നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ വേറെ തന്നെയാണല്ലോ. അത് മാറുമ്പോൾ അച്ചടി ഭാഷയിൽ സംസാരിക്കുമ്പോൾ വീട്ടുകാരുമായി അകൽച്ചയുണ്ടെന്ന് തോന്നും. അമ്മയെ വിളിക്കുമ്പോൾ ആദ്യം അമ്മ എന്ന് വിളിച്ച് വീണ്ടും വിളിക്കുമ്പോൾ അമ്മ എന്നേ വരൂ. അമ്മയും നമ്മളെ വിളിക്കുന്നത് വീട്ടിൽ വിളിക്കുന്ന പേരായിരിക്കും. അതേപോലെ നല്ല നാടൻ സംസാര രീതിയാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുക. എന്നാലേ അത് കേൾക്കുന്നവർക്ക് ഹൃദ്യമായ അനുഭവമായി മാറും. അല്ലാത്തതിൽ കൃത്രിമത്വം തോന്നും. നമ്മുടെ ചില അനുഭവങ്ങൾ നാം വീട്ടിൽ അവതരിപ്പിക്കുമ്പോൾ അത് നീട്ടിയും ചിലയിടത്ത് കുറുക്കിയും ഒക്കെ അവതരിപ്പിക്കും. ചിലപ്പോൾ ചില ആംഗ്യങ്ങൾ മാത്രമാകും. അത് വീട്ടിൽ മാത്രം സ്വീകരിക്കുന്ന നമ്മുടെ സ്വന്തം ഭാഷയാണ്. ഓക്കെ, ഇനി അടുത്തത് 4, പ്രവർത്തനം 4, ആസ്വാദനക്കുറിപ്പ്. സ്നേഹമഴ. മഴവില്ലിന്റെ താളത്തിൽ മാനത്ത് നൃത്തമാടി തുള്ളിയായി വന്നു തണുത്തു വീഴും. താളത്തിൽ വീഴുമ്പോൾ തുമ്പികൾ ആടും പാടും. ചെറിയ കുടികളിൽ കുതിച്ചു തുള്ളും കുഞ്ഞുതിരകൾ പുസ്തകവും കുടയും. സ്കൂളിലേക്കുള്ള യാത്രയിൽ മഴ പറഞ്ഞ കഥകളൊക്കെ മനസ്സിൽ പകർത്തിയെടുക്കുന്നു. മണ്ണിൽ നന്മയായി അക്ഷരമഴയായി കൂട്ടുകാരോടത്ത് നനവേ സ്നേഹം മുളയ്ക്കുന്ന പതിയായി. ഒരു കവിതയാണ് അല്ലെ? ഈ കവിതയ്ക്ക് എന്ത് ചെയ്യണം? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം. അല്ലെങ്കിൽ മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ലേഖനത്തിൽ പരിസ്ഥിതി നിലനിൽക്കുന്നത് മാതൃഭാഷയിൽ തന്നെയാണ് എന്ന് ഡോക്ടർ വത്സലൻ വാതുശ്ശേരി ഊന്നി പറയുന്നുണ്ട്. പാഠഭാഗത്തെ ആശയവും നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഈ വിഷയത്തിൽ ലഘു ഉപന്യാസം തയ്യാറാക്കുക. ഒന്നുകിൽ ആസ്വാദനക്കുറിപ്പ് അല്ലെങ്കിൽ ലഘു ഉപന്യാസം. എന്താണ് ആസ്വാദനക്കുറിപ്പ്? സൻഹ എഴുതിയ മനോഹരമായ ഒരു കവിതയാണ് സ്നേഹമഴ. മഴ എങ്ങനെയാണ് സ്നേഹമായി അനുഭവപ്പെടുന്നത് എന്നാണ് ഈ കവിതയിലൂടെ സൻഹ എന്ന എഴുത്തുകാരി പറയാൻ ശ്രമിക്കുന്നത്.
മഴവില്ലിന്റെ താളത്തോടെ മാനത്ത് നൃത്തമാടിക്കൊണ്ടാണ് തുള്ളിത്തുള്ളിയായി മഴ വീഴുന്നത്. മഴ താളത്തിൽ പതിക്കുമ്പോൾ സന്തോഷിക്കുന്നവരാണ് തുമ്പികൾ. ആ നേരത്ത് അവ ആടുകയും പാടുകയും ചെയ്യുന്നു. മഴത്തുള്ളികൾ ചെറിയ കുഴികളിൽ പതിക്കുമ്പോൾ കുതിച്ചു തുള്ളുന്ന കുഞ്ഞു തിരകളെ പോലെ തോന്നുന്നു എന്നാണ് സൻഹ പറയുന്നത്. ഏഹ് പുസ്തകവും കുടയുമായി കൂട്ടുകാരുടെ കൂടെ സ്കൂളിലേക്കുള്ള യാത്ര പലതരത്തിലുള്ള മഴയനുഭവങ്ങളാണ് നൽകുന്നത്. ആ നേരത്ത് മഴ പറഞ്ഞ കഥകളെല്ലാം മനസ്സിൽ പകർത്തിവെക്കുന്നു. മണ്ണിൽ നന്മയായി പെയ്യുന്ന അക്ഷരമഴയെയും കൂട്ടുകാരുമൊത്ത് മഴ നനയുമ്പോൾ ലഭിക്കുന്ന ആ സ്നേഹമഴയെയും ഈ കവിതയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. പ്രയോഗഭംഗികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കവിതയാണത്. മഴവില്ലിന്റെ താളം, മാനത്ത് നൃത്തമാടുന്ന മഴ, താളത്തിൽ വീഴുന്ന മഴ, കുഴികളിൽ കുതിച്ചുയർന്ന കുഞ്ഞു തിരകൾ, ഇതുപോലെ ഒട്ടേറെ ഉദാഹരണങ്ങൾ ഇവിടെ കാണാം. സ്കൂളിൽ പോകുന്ന അവസരങ്ങളിൽ മഴ പറയുന്ന കഥകളെക്കുറിച്ച് എഴുത്തുകാരെ സൂചിപ്പിക്കുന്നു. അക്ഷരങ്ങൾ ചേർന്ന് മലയാളത്തിൽ നന്മ വിരിയിച്ച കഥകളും ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. കൂട്ടുകാരത്ത് മഴ നനയുമ്പോൾ സ്നേഹമഴയായി പരസ്പരം സ്നേഹം പങ്കുവെച്ചുകൊണ്ട് മഴയത്ത് ആടിപ്പാടുന്ന കഥകൾ നമ്മൾക്കായി കവയിത്രിയായ സൻഹ പറഞ്ഞു വെക്കുന്നു. മഴ ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നൽകുന്നത്. അത്തരം ഒരു അനുഭവത്തിന്റെ അത് എങ്ങനെയാണ് സ്നേഹമഴയായി മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഈ രചന കൊണ്ട് സാധ്യമാകുന്നു. ഇല്ലേ? ഇനി മാതൃഭാഷയും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ലഘു ഉപന്യാസമാണ്. നമ്മുടെ ചുറ്റുപാടും സമൂഹവും ഭാഷയിൽ പുതിയ പദങ്ങൾ ഉണ്ടാക്കുന്നതിലും വളർത്തുന്നതിലും കാര്യമായ പങ്ക് വഹിക്കുന്നു. അതേപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള മരങ്ങളും മറ്റും നശിച്ചു പോകുന്നതും ഇല്ലാതായി പോകുന്നതും നമ്മുടെ ഭാഷയെ നന്നായി ബാധിക്കുന്നു. മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ലേഖനത്തിൽ ഡോക്ടർ വത്സലൻ വാതുശ്ശേരി തെങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ഉദാഹരിക്കുന്നുണ്ട്. തെങ്ങ് കൃഷി കുറഞ്ഞു പോകുന്നതോടെ അതുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഉപയോഗിക്കാതെ വരുന്നു. അത് മാത്രമല്ല ഇത് മറ്റൊരു ഭാഷയിൽ ഉണ്ടാകാനും സാധ്യതയില്ല. ഈ വാക്കുകൾക്ക് തുല്യമായ വാക്കുകൾ മറ്റൊരു ഭാഷയിൽ ഉണ്ടാകാനും സാധ്യതയില്ല. നമ്മുടെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള അറിവുകളും പഴയ തലമുറയ്ക്കേ ഉള്ളൂ. ആ തലമുറ ഇല്ലാതാകുന്നതോടെ ആ ചെടികളെ കുറിച്ചുള്ള അറിവും ഇല്ലാതാകുന്നു. ആ ചെടികളെ അറിയാതെ നാം നശിപ്പിച്ചു കളയുന്നു. മാതൃഭാഷകൾ പലപ്പോഴും പ്രകൃതിയെ വർണ്ണിക്കാനും അതിനോട് വൈകാരികമായി ബന്ധപ്പെടാനും സഹായിക്കുന്ന പദസമ്പത്ത് ഉൾക്കൊള്ളുന്നു. ഉദാഹരണത്തിന് ഒരു പ്രത്യേക കാറ്റിന്റെ പേര്, ഒരു പ്രത്യേക മഴയുടെ തരം, ഒരു പൂവിന്റെ പ്രാദേശിക നാമം എന്നിവയെല്ലാം പ്രകൃതിയുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പദങ്ങൾ അന്യം നിന്നു പോകുമ്പോൾ ആളുകൾക്ക് പ്രകൃതിയോടുള്ള വൈകാരികമായ അടുപ്പം നഷ്ടപ്പെടുകയും അത് പ്രകൃതി ചൂഷണത്തിലേക്ക് നയിക്കുകയും ചെയ്യാം. സ്വന്തം മണ്ണിനെയും അതിലെ ജീവജാലങ്ങളെയും അവയുടെ തനത് പേരുകളിൽ വിളിക്കാൻ കഴിയാതെ വരുമ്പോൾ പ്രകൃതി വെറും ഒരു ഉപഭോഗ വസ്തുവായി മാറിയേക്കാം. മാതൃഭാഷകൾക്ക് ശോഷണം സംഭവിക്കുമ്പോൾ പ്രാദേശിക സമൂഹങ്ങളുടെ പരമ്പരാഗത ജീവിതശൈലികളിൽ മാറ്റം വരുന്നു. ഇത് പലപ്പോഴും ആധുനികവൽക്കരണത്തിന്റെയും അമിത ഉപഭോഗത്തിന്റെയും പാതയിലേക്ക് അവരെ നയിക്കുന്നു. പ്രകൃതി വിഭവങ്ങളെ സുസ്ഥിരമായി ഉപയോഗിക്കാനുള്ള പരമ്പരാഗത അറിവുകൾ നഷ്ടപ്പെടുകയും ഇത് അമിത ചൂഷണത്തിലേക്ക് വഴിവെക്കുകയും ചെയ്യും. കൂടാതെ ഭാഷാപരമായ വൈവിധ്യം നഷ്ടപ്പെടുന്നതിലൂടെ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങൾക്കും പരിഹാരങ്ങൾക്കും ഒരേയൊരു വീക്ഷണം മാത്രം വരികയും പ്രാദേശിക സമൂഹങ്ങളുടെ ശബ്ദം ഇല്ലാതാവുകയും ചെയ്യും. ഭാഷകൾ പുതിയ ആശയങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും ജന്മം നൽകുന്നു. ഒരു ഭാഷയുടെ ശോഷണം എന്നത് പരിസ്ഥിതി സംബന്ധമായ വെല്ലുവിളികൾക്ക് പുതിയ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുന്നു. തനതായ ചിന്താരീതികളും സമീപനങ്ങളും നഷ്ടപ്പെടുമ്പോൾ ആഗോളതലത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഏകീകൃതമായ പരിഹാരങ്ങൾ മാത്രം ആശ്രയിക്കേണ്ടി വരും. ഇത് എല്ലായ്പ്പോഴും ഫലപ്രദമാകണമെന്നില്ല. ചുരുക്കത്തിൽ മാതൃഭാഷയുടെ ശോഷിപ്പ് എന്നത് നമ്മുടെ പ്രകൃതിയുടെ സമ്പന്നതയ്ക്കും സുസ്ഥിരമായ നിലനിൽപ്പിനും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഭാഷകളെ സംരക്ഷിക്കുന്നത് ഭൂമിയെ സംരക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ഭാഷാ വൈവിധ്യം നിലനിർത്താൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാകണം. ഭാഷാപരമായ വൈവിധ്യം നിലനിർത്തുന്നതിലൂടെ മാത്രമേ പ്രകൃതിയുമായി ആരോഗ്യകരമായ ഒരു ബന്ധം തുടരാനും നമ്മുടെ ഭൂമിയെ വരും തലമുറകൾക്കായി സംരക്ഷിക്കാനും സാധിക്കുകയുള്ളൂ എന്ന രീതിയിൽ നമുക്ക് ലഘുകുറിപ്പ് തയ്യാറാക്കാം. പ്രവർത്തനം 5. വിശകലനക്കുറിപ്പ്. മാധുര്യ ഗുണങ്ങളും അക്ഷര വ്യക്തിയും വേണം. സാധുത്വം പദങ്ങൾക്കും സതതം സംഭവിക്കണം. ബോധിപ്പിപ്പതിനുള്ള കുശലത്വമതും വേണം. ബോധമുള്ളവർക്കതിൽ ബഹുമാനം വരുത്തേണം. പഞ്ചേന്ദ്രപ്രാഖ്യാനം പറയന്തുള്ളൽ കുഞ്ചൻ നമ്പ്യാറിന്റെ കവിതയാണ് അല്ലെ. മുകളിൽ നൽകിയ കവിതാഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് എഴുതുക. ഇതെന്താ പറയുന്നത്? ആർക്കും പ്രിയമായി പറയാതെയും ആർക്കും കുറവുണ്ടാക്കാതെയും സുന്ദരമായ ഭാഷയിലൂടെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സാമൂഹിക വിമർശനം നടത്തിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. ഭാസത്തോടൊപ്പം പ്രാസവും തന്റെ ഭാഷയിൽ ഉണ്ടാകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. പറയുന്ന കഥ മെച്ചമാകണമെങ്കിൽ താളവും മേളവും അത്യാവശ്യമാണെന്ന് നമ്പ്യാർ ഉറപ്പിക്കുന്നു. അറിവും വിവേകവുമുള്ളവർക്കിടയിൽ കാവ്യഭാഷയെക്കുറിച്ചും മാതൃഭാഷയെക്കുറിച്ചും ബഹുമാനം ഉണ്ടാകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന് നമ്പ്യാർ സൂചിപ്പിക്കുന്നു.
അക്ഷരവ്യക്തതയോടൊപ്പം ചൊല്ലാനും ചിന്തിക്കാനും പുതിയ കണ്ടെത്തലുകളിൽ എത്താനും സഹായിക്കുന്ന മാധുര്യം ഭാഷയ്ക്കുണ്ടാകണം. രസിപ്പിക്കുന്ന ഭാഷയാണ് മധുരിപ്പിക്കുന്ന ഭാഷ. വരികൾക്കിടയിലൂടെ സഞ്ചരിച്ച് പുതിയ അർത്ഥതലങ്ങളിൽ എത്തിച്ചേരാനുള്ള സാധ്യതയും ഭാഷയെ കൂടുതൽ മധുരമുള്ളതാക്കുന്നു, സുന്ദരമാക്കുന്നു. ഏറ്റവും അനുയോജ്യമായ വാക്ക് യോജിച്ച സന്ദർഭങ്ങളിൽ ചേർത്ത് വയ്ക്കുമ്പോഴാണ് സാധുത്വം കൈവരുന്നത്. സൗന്ദര്യമുള്ള കാവ്യഭാഷ എങ്ങനെ വേണമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കവി കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു വച്ചിരിക്കുന്നു. ഇങ്ങനെ മാത്രമായാലേ കവിതയാകൂ എന്നല്ല, മറിച്ച് ഈ ഗുണങ്ങളോടുകൂടിയായാൽ കവിത മികച്ചതാവുമെന്ന് പറയാതെ പറയുകയാണ് കവി. ഇനി ആറാമത്തെ, നിങ്ങൾ വായിച്ച ഏതെങ്കിലും കഥയുടെ വായനാക്കുറിപ്പ് തയ്യാറാക്കുക. ഇത് നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് 6ാം ക്ലാസ്സിന്റെ അടിസ്ഥാന പാഠവല ചോദ്യപേപ്പർ. നമുക്ക് നന്നായി റെഡി ആവുക, ഫുൾ മാർക്ക് വാങ്ങിക്കുക. എല്ലാവർക്കും ഫുൾ മാർക്ക് ലഭിക്കട്ടെ. താങ്ക് യു.